ഹലോ ഗായ്സ്, അപ്പോൾ ഞങ്ങളുടെ ചാനലിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു റിയാക്ഷൻ വീഡിയോ ഇടുന്നത്. ഇതുവരെയ്ക്കും ഞങ്ങളിങ്ങനെ ഒരു റിയാക്ഷൻ വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഇപ്പോൾ നമ്മുടെ 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ചാടിക്കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ ആദ്യം അവർ അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ അതുവഴി ഷെയർ ചെയ്ത് അവർ മറ്റുള്ള ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ എടുത്തിട്ട് അവർ റിയാക്ഷൻ വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്. സ്വന്തം ചേച്ചിയുടെ ഭർത്താവുമായിട്ട് അനുജത്തി ഒളിച്ചോടിയ ഒരു വീഡിയോ ആണ് കേട്ടോ അവർ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ചേച്ചിയുടെ ഭർത്താവുമായിട്ട് പിരിയാൻ വയ്യാത്ത സ്നേഹബന്ധത്തിലാണ്. ചേഷ്ടനില്ലെങ്കിൽ അനിയത്തിക്ക് ജീവിക്കാൻ പറ്റില്ല, അതുപോലെ തന്നെ അനിയത്തി ഇല്ലാതെ ചേട്ടനും ജീവിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥ വന്നപ്പോൾ അവർ ഒളിച്ചോടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മളെ അടുത്ത് എന്തൊക്കെ അവർക്ക് പറയാനുണ്ട്. ആരും അന്വേഷിച്ചൊന്നും വരരുത്, ഞങ്ങളുടെ ദൃഢമായിട്ടുള്ള ബന്ധമാണ്, നിങ്ങൾ ആരും മുറിച്ചു മാറ്റാനൊന്നും ശ്രമിക്കല്ലേ, ഞങ്ങൾ സമാധാനത്തോടും സന്തോഷത്തോടെ എവിടെയെങ്കിലും ഞങ്ങൾ പോയി ജീവിച്ചോളാം എന്നൊക്കെ പറഞ്ഞിങ്ങനെ അഭ്യർത്ഥനയൊക്കെ നടത്തുന്നുണ്ട്. വർഷങ്ങളായിട്ടുള്ള സ്നേഹമാണല്ലോ. ആ പെണ്ണിന് ഏകദേശം ഒരു 10, 20, 21 വയസ്സിനകത്തൊക്കെ ആവത്തുള്ളൂ. അപ്പോൾ ചേച്ചിയുടെ ഭർത്താവുമായിട്ട് വർഷങ്ങളായിട്ടുള്ള സ്നേഹബന്ധത്തിലായി. അവർ പിന്നെ വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ ഒന്നിച്ചിരിക്കുകയാണ്, രണ്ടുപേരും ഒളിച്ചോടിയിരിക്കുകയാണ്. അവരാരും അന്വേഷിച്ച് വരണമെന്നൊക്കെ പറഞ്ഞ ഒരു വീഡിയോ ആണ് അവർ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. പോയി കഴിഞ്ഞാൽ ആരും അന്വേഷിക്കാനോ പിടിക്കാനോ ഒന്നിനും വരരുത്. വീട്ടുകാരുടെ നിർബന്ധത്തിനാണ് ഞാൻ എല്ലാത്തിനും ഇന്നേരെ സമ്മതിച്ചത്. അല്ലെങ്കിൽ ഇന്ന് ഏട്ടൻ പറഞ്ഞ് നിർബന്ധിച്ചിട്ടോ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടോ നിങ്ങളുടെ അല്ല. ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം ഞങ്ങൾ പോയി കഴിഞ്ഞാലും ഇതിനെക്കുറിച്ചുള്ള ഒരു പ്രശ്നം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടാകരുത്. ഞങ്ങൾ അത്രയും ആത്മാർത്ഥത സ്നേഹിച്ച ആൾക്കാരാണ്. ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചുണ്ട്. ഞങ്ങൾ പോയി കഴിഞ്ഞാലും പിന്നെയും ഞങ്ങൾക്കൊരു പ്രശ്നം വരരുത്. അത്രയും ആത്മാർത്ഥമായി സ്നേഹിച്ച കാരണമാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. എനിക്ക് അതല്ലാണ്ട് ഒരിക്കലും പറ്റില്ല. ഞങ്ങൾ അത്രയും ഇഷ്ടത്തിലാണ്, വർഷങ്ങളോളായിട്ട് ഞങ്ങൾ ഇഷ്ടത്തിലാണ്. ഞങ്ങളെ ആരും വരരുത്, ഞങ്ങൾക്ക് പിരിയാൻ പറ്റില്ല രണ്ടുപേർക്കും. അങ്ങനെ പിന്നെ വീട്ടുകാർ നിജോനും എല്ലാ കാര്യങ്ങളും അറിയാം. എല്ലാതും അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനെല്ലാ തെളിവും അവളെ കയ്യിലുണ്ട്. ഈ തെളിവും അവളെ കയ്യിൽ നിന്ന് കിട്ടുക. അപ്പോൾ ഒരിക്കലും ഞങ്ങൾ അന്വേഷിച്ച് വരരുത്. ഞാൻ വരും തിരിച്ചു വരും. എല്ലാ കാര്യങ്ങളും ശരിയാക്കിയിട്ട് എനിക്ക് 2-3 ആൾക്കാരെ കൊണ്ടുപോകാണ്ട്. അപ്പോൾ ഞാൻ വരും. ഞങ്ങൾ എവിടെയും പോയി ജീവിച്ചോട്ടെ. എവിടെയെങ്കിലും എനിക്ക് പറ്റില്ല. കണ്ടല്ലോ, ഇതൊക്കെയാണ് അവർ പറയുന്നത്. ഇപ്പോൾ ഒരു ഹൃദയം ഒരു മനസ്സായതുകൊണ്ട് അവർക്ക് പിരിയാൻ പറ്റത്തില്ല. ആ കുട്ടിക്ക് വേറൊരു ആലോചന വന്നപ്പോൾ തൽക്കാലത്തേക്ക് അവർ സമ്മതിച്ചു. അത് കഴിഞ്ഞപ്പോഴും അവർക്ക് പിന്നെ ചേട്ടൻ്റെ അടുത്തുള്ള ഈ സ്നേഹം ഇങ്ങനെ മുട്ടി നിൽക്കുന്നതുകൊണ്ട് ചേട്ടനെ അതായത് മറക്കാനും പറ്റില്ല, ചേട്ടൻ ഇല്ലാതെ ഒരു ജീവിതം മുന്നോട്ട് പോകാനും പറ്റില്ല എന്നുള്ള അവസ്ഥയിലായപ്പോൾ രണ്ടുപേരും കൂടെ എന്ത് ചെയ്തു, നാടുവിടാൻ തീരുമാനിച്ചു. രണ്ടുപേരും കൂടെ നാടുവിടാൻ നേരത്തെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് നമുക്ക് എല്ലാവർക്കും ഈ വീഡിയോ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ആ ചേച്ചിയുടെയും കുഞ്ഞുങ്ങളുടെ ഒരു അവസ്ഥയാണ് കേട്ടോ. ആ ചേച്ചി ഇത്രയും നാൾ ഹൈഡ് ചെയ്ത് വെച്ചിരുന്നു. അതായത് എൻ്റെ ഭർത്താവ് അനിയത്തിയുടെയും കാര്യം മറ്റുള്ളവർ അറിയണ്ട എന്ന്. അതായത് ആ കുട്ടികളുടെ ഭാവിയെ വിചാരിച്ചായിരിക്കും അവരിതൊക്കെ മറച്ചു വെച്ചത്. എന്തായാലും അവർ തന്നെയാണ്, അതായത് അനിയത്തിയും ഭർത്താവും തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ലൈവായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ അയാൾ സ്വന്തം സഹോദരിയായിട്ടും അല്ലെങ്കിൽ ഒരു കുഞ്ഞനുജത്തി അല്ലെങ്കിൽ ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നോക്കേണ്ടതാണ് ആ കുട്ടീനെ. ആ കുട്ടി അങ്ങനെ തന്നെയാണ്, ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നോക്കേണ്ട ഒരാളെയാണ്. വർഷങ്ങളായിട്ട് അവർ സ്നേഹത്തിലായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും നമ്മുടെ സമൂഹം എങ്ങോട്ടാണ് പോണതെന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല. രക്തബന്ധങ്ങളെയൊക്കെ മുറിച്ച് മാറ്റിയിട്ട് അറിയത്തില്ല എന്താണ് ഇങ്ങനെ ആയെന്ന്. നമ്മുടെ രക്തബന്ധങ്ങളെല്ലാം നീക്കിയിട്ട് ഈ ഒരു പ്രാന്തിലോട്ടാണ് ആൾക്കാർ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കണ്ടറിയാം. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയിലൂടെ കാണാം.